നമുക്ക് സർക്കാർ തരുന്ന അരിയാണ്. നമുക്ക് അരി വാങ്ങുമ്പോൾ നമുക്ക് ബാക്കിയൊക്കെ സഹിക്കാം. അരിയിൽ ഇതുണ്ട പുഴു ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും പറ? വേണ്ട ഈ കിടക്കുന്നുണ്ട, ഇതൊക്കെ റേഷൻ അരിയിലെ പ്ലസ് പോയിൻ്റാണ് നിങ്ങളീ കാണുന്നത്. കണ്ടവരുണ്ടാവും. വേണ്ട, ഈ അരിയാണ് നമ്മൾ ഈ കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ്. എല്ലാവരും അരി കിട്ടിയാൽ ഇതേപോലെ വെയിലത്ത് വച്ച് അതിൽ പുഴുവോ പഴുതാരോ എന്തോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ വേണം നിങ്ങൾ വീട്ടിലോട്ട് എടുത്ത് വയ്ക്കാനായിട്ട്. അല്ലാതെ വച്ചാൽ പുഴുവിനെ ഇട്ട് അരി കഴിക്കേണ്ടി വരും. ഓക്കെ, ശ്രദ്ധിക്കുക. വേണ്ട, പുഴുവിനെയൊക്കെ ഉറുമ്പെടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയായി. ഇതാണ് നമ്മുടെ അവസ്ഥ. കണ്ടോ, വെള്ളപ്പുഴു ഉള്ള അരിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ പുഴുക്കലരി എന്നും പറയാം. അങ്ങനെ അരിയുണ്ട്, എന്നാലും പുഴുവുള്ള അരിയാണ് പുഴുക്കലരി എന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കുക. ചുമ്മാ റേഷൻ കടയിൽ നിന്ന് പോയി അരി വാങ്ങുമ്പോൾ അരിക്കകത്തതേ കണ്ടോ പുഴു ഉണ്ടോ എന്ന് കൂടെ നോക്കിയാൽ നല്ലത്. അല്ലെങ്കിൽ ഇതുപോലത്തെ പുഴുക്കലരി എടുത്ത് അടുപ്പത്തിടുമ്പോഴായിരിക്കും ആലോചിക്കുന്നത്. അതുകൊണ്ട് റേഷനൊക്കെ വാങ്ങുന്നവർ ഒരുപാട് കിലോ കൂടുതൽ കിട്ടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. APLകാർക്ക് വലിയ ഭീഷണിയില്ല, പക്ഷെ അതിന് താഴോട്ടുള്ള കാർഡുകളുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഏതാണെങ്കിലും ചുവപ്പാണെങ്കിലും വെള്ളയാണെങ്കിലും ഒന്ന് സൂക്ഷിച്ചോ. ഇങ്ങനത്തെ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ഇജാതി പുഴുക്കലരി കഴിക്കേണ്ടി വരും. ഓക്കെ, അറിവിലേക്ക് പറഞ്ഞെന്ന് മാത്രം.